and welcome back to yet another study session with Study with Isa. ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഞാൻ പഠിച്ച ഓൺലൈൻ ക്ലാസ്സിലെ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ട് എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ്. ഇന്ന് നമ്മൾ വളരെ ചെറിയ ടോപ്പിക്കാണ് കാണാൻ പോകുന്നത്. അനാറ്റമിയിലെ ഹെഡ് ആൻഡ് നെക്ക് എന്ന് പറയുന്ന വിഭാഗത്തിലെ പോസ്റ്റീരിയർ ട്രയാങ്കിൾ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഹെഡ് ആൻഡ് നെക്കിൽ കുറേ ട്രയാങ്കിൾസ് ഉണ്ട്. ആൻറ്റീരിയർ ട്രയാങ്കിൾസ്, പോസ്റ്റീരിയർ ട്രയാങ്കിൾസ്. അതിലെ വൺ ഓഫ് ദ മെയിൻ ട്രയാങ്കിളാണ് പോസ്റ്റീരിയർ ട്രയാങ്കിൾ. പോസ്റ്റീരിയർ ട്രയാങ്കിൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? നമ്മുടെ സൈഡ് ഓഫ് ദ നെക്ക്, അതായത് ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തായിട്ടായിരിക്കും പോസ്റ്റീരിയർ ട്രയാങ്കിൾ വരുന്നത്. ബാക്ക്, പോസ്റ്റീരിയർ മീൻസ് ബാക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതൊരു ട്രയാങ്കിൾ പഠിക്കുമ്പോഴും നമ്മൾ ആദ്യം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരു പാറ്റേൺ, ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എങ്ങനെ ഫ്രെയിം ചെയ്യാം. അനാറ്റമിയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാം വരെ തന്നെ നമുക്ക് മാർക്ക് വീഴും. എന്ന് വെച്ചാൽ ഒരു മിനിമം മാർക്ക് ഡയഗ്രാം വേണം. എന്ന് വെച്ചാൽ മാർക്ക് വേണമെങ്കിൽ ഡയഗ്രാം വേണം. സോ ഡയഗ്രാം വരയ്ക്കുക, പിന്നെ കണ്ടൻസ് എഴുതുക, ബൗണ്ടറി എഴുതുക, ക്ലിനിക്കൽ കോറിലേഷൻ എഴുതുക. ഇത്രയാണ് ഒരു പേപ്പർ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ സാധാരണ എഴുതുക. നമ്മൾ ആദ്യം ബൗണ്ടറീസ് എഴുതും, ഏതൊക്കെ ബൗണ്ടഡ്, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ ഏതൊക്കെയാണെന്ന് എഴുതും, പിന്നെ കണ്ടൻസ് എഴുതും, പിന്നെ ക്ലിനിക്കൽ കോറിലേഷൻ എഴുതും. അപ്പോൾ നമുക്ക് പോകാം. ആദ്യം നമ്മൾ സമയം കളയാതെ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ബൗണ്ടറീസ് ഓഫ് പോസ്റ്റീരിയർ ട്രയാങ്കിൾ ആണ്. അപ്പം ലെറ്റ്സ് ഗോ. Triangular space on the side of the neck behind the sternocleidomastoid muscle. ഈ ഫിഗറിൽ കാണാൻ പറ്റും. സൈഡ് ഓഫ് ദി നെക്ക് ബിഹൈൻഡ് ദി sternocleidomastoid muscle. ജസ്റ്റ് പൊസിഷൻ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ കാണാൻ പോകുന്ന പോസ്റ്റീരിയർ ട്രയാങ്കിളിൻ്റെ ബൗണ്ടറീസ് ആണ്. ഇവിടെ ബ്ലാക്ക് ഡോട്ട്സ് ട്രേസ് ചെയ്ത് നമുക്ക് മനസ്സിലാവും അതൊരു ട്രയാങ്കിളാണ്, പോസ്റ്റീരിയർ ട്രയാങ്കിൾ. അതിൽ ഗ്രീൻ കളർ മസിലാണ് sternocleidomastoid മസിൽ. ഇതിൻ്റെ പോസ്റ്റീരിയർ ബോർഡർ, ബാക്കിലത്തെ ബോർഡറാണ് ഇവിടുത്തെ ആൻറ്റീരിയർ ബോർഡർ ഓഫ് ദി ട്രയാങ്കിൾ. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ആൻറ്റീരിയർ ആസ്പെക്റ്റിൽ വരുന്നത് പോസ്റ്റീരിയർ ബോർഡർ ഓഫ് sternocleidomastoid മസിൽ, അതായത് ഗ്രീൻ കളർ മസിൽ. പോസ്റ്റീരിയർ ആസ്പെക്റ്റ് ഓഫ് ദി ട്രയാങ്കിൾ, അതായത് ട്രയാങ്കിളിൻ്റെ പോസ്റ്റീരിയർ ആസ്പെക്റ്റിൽ ആൻറ്റീരിയർ ബോർഡർ ഓഫ് ദി ട്രപ്പീസിയസ് മസിലിൻ്റെ ആൻറ്റീരിയർ ബോർഡറാണ് വരുന്നത്. ഇൻഫീരിയർ അല്ലെങ്കിൽ ബേസ് എന്ന് പറയുമ്പോൾ സുപ്പീരിയർ ആസ്പെക്റ്റ് ഓഫ് മിഡിൽ തേർഡ് ഓഫ് ദ ക്ലാവിക്കിൾ. നമ്മുടെ ക്ലാവിക്കിളിൻ്റെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ മിഡിൽ ഭാഗത്തുള്ള മിഡിൽ തേർഡ് ആയിട്ടുള്ള ക്ലാവിക്കിളിൻ്റെ ഭാഗമാണ് ഈ ട്രയാങ്കിളിൻ്റെ ബേസ് ആയിട്ട് വരിക. ഇതിൻ്റെ എപ്പെക്സ് നമ്മൾ ടോപ്പ് ഭാഗം, സുപ്പീരിയർ ഭാഗത്ത് എപ്പെക്സ് ആയിട്ട് വരുന്നത് sternocleidomastoidൻ്റെയും ട്രപ്പീസിയത്തിൻ്റെ, അതായത് ഈ പിക്ചറിൽ കാണുന്ന ഗ്രീൻ കളർ ആൻഡ് റെഡ് കളർ മസിൽ, ഈ രണ്ട് മസിലിൻ്റെ മീറ്റിംഗ് പോയിൻറ്റ് എവിടെ? അറ്റ് ദ സുപ്പീരിയർ ന്യൂക്ലിയർ ലൈൻ ഓഫ് ദി ഓക്സിപിറ്റൽ ബോൺ. അതായത് ഓക്സിപിറ്റൽ ബോണിൻ്റെ, നമ്മുടെ സ്കള്ളിൻ്റെ ഓക്സിപിറ്റൽ ബോണിൻ്റെ സുപ്പീരിയർ ന്യൂക്ലിയർ ലൈനിലാണ് ഇവർ അപ്പെക്സ് ഫോം ചെയ്യുന്നത്. ആരൊക്കെ? രണ്ട് മസിൽസ്, sternocleidomastoid മസിൽ, പിന്നെ റെഡ് കളർ മസിൽ ട്രപ്പീസിയസ് മസിൽ. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾസിൻ്റെ ബോർഡേഴ്സ് ഒക്കെ നോക്കി, ബൗണ്ടറീസ് ഒക്കെ നമ്മൾ പഠിച്ചു. നമ്മളൊന്നും കൂടെ ചെക്ക് ചെയ്യുവാണെങ്കിൽ ബേസിക്കലി ഇപ്പോൾ ഇതൊരു ട്രയാങ്കിളായിട്ട് എടുക്കുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ, ഞാൻ എൻ്റെ ഫേസ് ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഫോർ റെഫറൻസ് ഇങ്ങനെ ട്രയാങ്കിൾ വെക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും ട്രയാങ്കിൾ വരുന്നത്. ഒരു അപ്രോക്സിമേറ്റ് പറയുന്നതാണ്. അപ്പോൾ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പോസ്റ്റീരിയർ ആൻറ്റീരിയർ എന്താണ്. പോസ്റ്റീരിയർ മീൻസ് ബാക്ക്, ആൻറ്റീരിയർ മീൻസ് ഫ്രണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ആണ് എൻ്റെ ഫേസ് വെക്കുന്നത്. അപ്പോൾ ഇവിടെ ദിസ് മസിൽ, ഈ ഗ്രീൻ കളർ വിൽ ബി sternocleidomastoid മസിൽ, റെഡ് വിൽ ബി ട്രപ്പീസിയസ് മസിൽ, ആൻഡ് ദി യെല്ലോ വിൽ ബി യുവർ ക്ലാവിക്കിൾ. ഇങ്ങനെ വെക്കുന്നു. ഓക്കെ, sternocleidomastoid, trapezius and clavicle. അപ്പോൾ പോസ്റ്റീരിയർ മീൻസ് ബാക്ക്, ആൻറ്റീരിയർ മീൻസ് ഫ്രണ്ട്. അപ്പോൾ നമ്മൾ ബൗണ്ടറി പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പോസ്റ്റീരിയർ ബോർഡർ ഓഫ് sternocleidomastoid മസിൽ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് ദ ട്രയാങ്കിൾ. അപ്പോൾ ഈ ട്രയാങ്കിളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോസ്റ്റീരിയർ ബോർഡർ ഓഫ് sternocleidomastoid മസിൽ, ആൻറ്റീരിയർ ബോർഡർ, അതായത് ട്രപ്പീസിയത്തിൻ്റെ ഫ്രണ്ട് ഭാഗം, ആൻറ്റീരിയർ ബോർഡർ ഓഫ് ട്രപ്പീസിയസ് മസിൽ ആൻഡ് മിഡിൽ തേർഡ് ഓഫ് ക്ലാവിക്കിൾ. ക്ലാവിക്കിൾ എന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടെ ഇത്ര നീളം ഉള്ളതായിരിക്കും. അപ്പോൾ അതിൻ്റെ മിഡിൽ തേർഡ് 3 ആയിട്ട് കട്ട് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ മിഡിൽ തേർഡാണിത്. അപ്പോൾ sternocleidomastoidത്തിൻ്റെ പോസ്റ്റീരിയർ ബോർഡർ, ട്രപ്പീസിയത്തിൻ്റെ ആൻറ്റീരിയർ ബോർഡർ ആൻഡ് ക്ലാവിക്കിൾ. ഇതാണ് ദ ബൗണ്ടറീസ്.
നമ്മൾ നേരത്തെ കണ്ടത് ബൗണ്ടറീസ് ഓഫ് പോസ്റ്റീരിയർ ട്രയാങ്കിൾ ആയിരുന്നു. ഇവിടെ ഈ പിക്ചറിൽ നമ്മൾ കാണാൻ പോകുന്ന റൂഫ് ഓഫ് പോസ്റ്റീരിയർ ട്രയാങ്കിൾ ആണ്. ഇതിലെ ഗ്രീൻ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സ്ട്രെച്ചിങ് ബിറ്റ്വീൻ ദ ട്രപ്പീസിയസ് ആൻഡ് സ്റ്റേർണോക്ലീഡോമാസ്റ്റോയ്ഡ് മസിൽ ഒരു ഇൻവെസ്റ്റിംഗ് ലെയർ ഓഫ് ഡീപ്പ് സെർവിക്കൽ ഫേഷ്യ ഉണ്ട്. ഇപ്പോൾ സ്ട്രെച്ച് ചെയ്തിട്ട് ഒരു ഡീപ്പ് സെർവിക്കൽ ഫേഷ്യ കാണപ്പെടുന്നുണ്ട്. ഗ്രീൻ കളറിലാണ് റൂഫ് ആയിട്ട് എടുക്കുന്നത്. അപ്പം ഈ റൂഫിലൊക്കെ കുറച്ച് സ്ട്രക്ചേഴ്സ് പാസ് ചെയ്യുന്നുണ്ട്, നമ്മൾ പറയാൻ പോവാം. ഇത് ഡീപ്പ് സെർവിക്കൽ ഫേഷ്യയുടെ ഇൻവെസ്റ്റിംഗ് ലെയറാണ്, ഗ്രീൻ കളർ. സൂപ്പർഫിഷ്യൽ ഫേഷ്യ overlying the roof. Superficial fascia overlying the roof contains platysma. Platysma ഒരു curtain അല്ലെങ്കിൽ ഒരു കാർപ്പറ്റ് പോലെ ഒരു മസിലാണ്. ഇറ്റ്സ് കവറിങ് ദ നെക്ക്. അപ്പോൾ പ്ലാറ്റിസ്മ എന്ന് പറയുന്ന മസിൽ, പിന്നെ എക്സ്റ്റേണൽ ജുഗുലർ ആൻഡ് പോസ്റ്റീരിയർ ജുഗുലർ വെയിൻസ് along with cutaneous nerves and vessels. ഇതുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സൂപ്പർഫിഷ്യൽ ഫേഷ്യയിൽ? പ്ലാറ്റിസ്മ, എക്സ്റ്റേണൽ ജുഗുലർ ആൻഡ് പോസ്റ്റീരിയർ ജുഗുലർ വെയിൻസ്, ക്യൂട്ടേനിയസ് നെർവ്സ് ആൻഡ് വെസൽസ്. ഇതിലെ 4 ക്യൂട്ടേനിയസ് ബ്രാഞ്ചസ് ഉണ്ട് സെർവിക്കൽ പ്ലെക്സസിലെ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ക്യൂട്ടേനിയസ് നെർവ്സ് ആൻഡ് വെസൽസ്. അപ്പോൾ 4 ക്യൂട്ടേനിയസ് ബ്രാഞ്ചസ് ഓഫ് സെർവിക്കൽ പ്ലെക്സസ്. ബേസിക്കലി ഈ റൂഫിനെ പിയേഴ്സ് ചെയ്തിട്ട് കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട് പോസ്റ്റീരിയർ ട്രയാങ്കിൾ. അതിൽ 4 ക്യൂട്ടേനിയസ് ബ്രാഞ്ചസ് ഓഫ് സെർവിക്കൽ പ്ലെക്സസും എക്സ്റ്റേണൽ ജുഗുലർ വെയിനുമാണ് വരുന്നത്. അതിലെ 4 ക്യൂട്ടേനിയസ് ബ്രാഞ്ചസ് ഓഫ് സെർവിക്കൽ പ്ലെക്സസ് ഏതൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കാം. ലെസർ ഓക്സിപിറ്റൽ നെർവ്, ഗ്രേറ്റ് ഓർക്കുലർ നെർവ്, ട്രാൻസ്വേഴ്സ് സെർവിക്കൽ നെർവ് ആൻഡ് സുപ്രക്ലാവിക്കുലർ നെർവ്സ്. ഒന്നുകൂടെ പറയാം. ലെസർ ഓക്സിപിറ്റൽ നെർവ്, ഗ്രേറ്റ് ഓറിക്കുലർ നെർവ്, ട്രാൻസ്വേഴ്സ് സെർവിക്കൽ നെർവ്, സൂപ്രക്ലാവിക്കുലർ നെർവ്സ്. ഇത് സെർവിക്കൽ പ്ലെക്സസിൻ്റെ ക്യൂട്ടേനിയസ് ബ്രാഞ്ചസ് ആണ്. ഫിഗർ നോക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കാണപ്പെടാൻ പറ്റുന്നുണ്ട്, എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം along with 4 cutaneous branches of cervical plexus നമുക്ക് എക്സ്റ്റേണൽ ജുഗുലർ വെയിൻ ഉണ്ട്. ഇവിടെ കാണാൻ പറ്റുന്ന ബ്ലൂ കളറിലുള്ള എക്സ്റ്റേണൽ ജുഗുലർ വെയിൻ ഉണ്ട്. ഇതും ഇതിൻ്റെ ഒരു സ്ട്രക്ചറാണ് പിയേഴ്സിങ് ദ റൂഫ്. ഇവിടെ ബേസിക്കലി നമ്മൾ കാണാൻ പോകുന്ന ഫ്ലോർ ഓഫ് പോസ്റ്റീരിയർ ട്രയാങ്കിൾ. പോസ്റ്റീരിയർ ട്രയാങ്കിൾ ഫ്ലോർ മസിൽസ് വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. വെരി സിമ്പിൾ, 5 മസിൽസേ ഉള്ളൂ. അതിൻ്റെ പേരുകൾ മാത്രം പഠിച്ചാൽ മതി. ഫസ്റ്റ് മസിൽ സെമി സ്പൈനാലിസ് ക്യാപിറ്റസ്, splenius capitis, levator scapulae, scalenius medius and first digitation of serratus anterior. സിമ്പിളാണ്. ആകെ 5 മസിൽസ് ഉണ്ട്. ഫ്രം ടോപ്പ് ടു ബോട്ടം പിക്ചർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ടോപ്പ് ടു ബോട്ടം സെമി സ്പൈനാലിസ് ക്യാപിറ്റസ്, സ്പ്ലീനിയസ് ക്യാപിറ്റസ്, ലെവേറ്റർ സ്കാപ്പുലെ, സ്കെലേനിയസ് മീഡിയസ് ആൻഡ് ഫസ്റ്റ് ഡിജിറ്റേഷൻ ഓഫ് സെറേറ്റസ് ആൻറ്റീരിയർ. ഈ ഫസ്റ്റ് ഡിജിറ്റേഷൻ ഓഫ് സെറേറ്റസ് ആൻറ്റീരിയർ ഇറ്റ്സ് ഓൺലി പ്രസൻറ്റ് സംടൈംസ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പോസ്റ്റീരിയർ ട്രയാങ്കിളിൽ ഇൻഫീരിയർ ബെല്ലി ഓഫ് ഓമഹയോയ്ഡ് മസിലിൻ്റെ ഇൻഫീരിയർ ബെല്ലി ഈ ട്രയാങ്കിളിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഏതൊക്കെ 2 ട്രയാങ്കിളാണ് നമ്മൾ വിളിക്കാൻ പോകുന്നത്? ആദ്യത്തെ ട്രയാങ്കിൾ, വലിയ ട്രയാങ്കിളിന് ആദ്യത്തെ ട്രയാങ്കിൾ നമ്മൾ സ്ലൈഡ് കാണിക്കും. ആദ്യത്തെ ട്രയാങ്കിൾ നമ്മൾ വിളിക്കാൻ പോകുന്നത് ഓക്സിപിറ്റൽ ട്രയാങ്കിൾ. വൈ? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഓക്സിപിറ്റൽ ആർട്ടറി. വെരി സിമ്പിൾ. രണ്ടാമത്തെ ചെറിയ ട്രയാങ്കിളിന് വലുതും ചെറുതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ സ്ലൈഡ് കാണുമ്പോൾ. ചെറിയ ട്രയാങ്കിളിന് നമ്മൾ സബ്ക്ലേവിയൻ ട്രയാങ്കിൾ എന്നാണ് വിളിക്കുന്നത്. ക്യാൻ യു ഗെസ് വൈ? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് സബ്ക്ലേവിയൻ ആർട്ടറി. അപ്പോൾ നമുക്ക് സ്ലൈഡിലോട്ട് പോകാം. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഓമഹയോയ്ഡ് മസിൽ, അതിലെ ഇൻഫീരിയർ ബെല്ലി നമ്മുടെ പോസ്റ്റീരിയർ ട്രയാങ്കിളിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഓക്സിപിറ്റൽ ട്രയാങ്കിൾ ആൻഡ് സബ്ക്ലേവിയൻ ട്രയാങ്കിൾ. ഗ്രീൻ കളറിൽ ഇതിൻ്റെ ഈ പിക്ചറിൽ കാണുന്നതാണ് ഓക്സിപിറ്റൽ ട്രയാങ്കിൾ. സബ്ക്ലേവിയൻ ട്രയാങ്കിൾ ഇറ്റ്സ് സ്മോൾ വൺ, ദാറ്റ്സ് ദ റെഡ് വൺ. അപ്പോൾ ഓക്സിപിറ്റൽ ട്രയാങ്കിളിൻ്റെ പേര് വരാൻ കാരണം ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഓക്സിപിറ്റൽ ആർട്ടറി. സബ്ക്ലേവിയൻ ട്രയാങ്കിളിൽ സബ്ക്ലേവിയൻ എന്ന് പേര് വരാൻ കാരണം ക്യാൻ യു ഗെസ്? ഇറ്റ്സ് because of subclavian artery, presence of subclavian artery. അപ്പോൾ subclavian is the small one, occipital is the bigger one. ഓമഹയോയിഡിൻ്റെ ഇൻഫീരിയർ ബെല്ലിയാണ് നമ്മുടെ പോസ്റ്റീരിയർ ട്രയാങ്കിളിനെ 2 ട്രയാങ്കിളായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ കണ്ടു ഓമഹയോയിഡ് മസിലിൻ്റെ ഇൻഫീരിയർ ബെല്ലി എങ്ങനെയാണ് നമ്മുടെ പോസ്റ്റീരിയർ ട്രയാങ്കിളിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ കണ്ടൻസ് പഠിക്കുമ്പോൾ ആദ്യം നമുക്ക് ഓക്സിപിറ്റൽ ട്രയാങ്കിളിനെ പറ്റി പറയാം, പിന്നെ സബ്ക്ലേവിയൻ ട്രയാങ്കിളിനെ പറ്റി പറയാം. കണ്ടൻസ് ഒന്ന് വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഡയഗ്രാം കാണാം. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണെന്ന്. ഓക്സിപിറ്റൽ ട്രയാങ്കിളിൽ വരുന്നത് നെർവായിട്ട് വരുന്നത് സ്പൈനൽ ആക്സസറി നെർവ്,
Third and fourth cervical nerves providing branches to levator scapulae and trapezius muscle. അതായത് മസ്കുലർ നെർവ്സ് ആണ്, അത് മസിൽസിന് സപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഡോർസൽ സ്കാപ്പുലർ നെർവ്, നമ്മൾ നേരത്തെ പഠിച്ച 4 cutaneous branches of cervical plexus, superficial transverse cervical artery, occipital artery. ഇവിടെ 2 ആർട്ടറീസാണ് ഉള്ളത്. ഏതൊക്കെയാണ്? സൂപ്പർഫിഷ്യൽ ട്രാൻസ്വേഴ്സ് സെർവിക്കൽ ആർട്ടറി ആൻഡ് ഓക്സിപിറ്റൽ ആർട്ടറി. ഇവിടെ ഓക്സിപിറ്റൽ ആർട്ടറി കാരണമാണ് നമുക്ക് ഓക്സിപിറ്റൽ ട്രയാങ്കിൾ എന്ന് പറയുന്ന നെയിം വന്നത്. ഓർത്താണോ? ഒമോഹയോയിഡ് മസിലിൻ്റെ ഇൻഫീരിയർ ബെല്ലിയാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതിലെ മേളത്തെ ട്രയാങ്കിളാണ് ഓക്സിപിറ്റൽ ട്രയാങ്കിൾ. ഈ ഓക്സിപിറ്റൽ ട്രയാങ്കിളിലെ കണ്ടൻസ് ആണ് ഇപ്പോൾ കാണിച്ചേക്കുന്നത്. സൂപ്രാസ്കാപ്പുലർ ആർട്ടറി ഒക്കെ തൈറോസ് സെർവിക്കൽ ട്രങ്കിൻ്റെ ഒരു ബ്രാഞ്ചാണ്. ഒരു എക്സ്ട്രാ ആയിട്ട് പറയുന്നേ ഉള്ളൂ. ഈ 2 ട്രയാങ്കിൾസ്, അതായത് ഓക്സിപിറ്റൽ ട്രയാങ്കിളും സബ്ക്ലേവിൻ ട്രയാങ്കിളും മെയിനായിട്ട് ബ്രേക്കിൽ പ്ലെക്സിസിൻ്റെ ട്രങ്ക്സ് ആണ് വരുന്നത്, അല്ലെ ബ്രാഞ്ചസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്കിൽ പ്ലെക്സിസ് പഠിച്ചപ്പോൾ നമ്മളൊരു കാര്യം പഠിച്ചായിരുന്നു, ഒരു പാൾസി പഠിച്ചായിരുന്നു, ഹെർബ്സ് പാൾസി, ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ഹെർബ്സ് പോയിൻറ്റ്. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെക്കുക. നമ്മൾ വീണ്ടും ക്ലിനിക്കൽ കോറിലേഷൻ പറയുന്നതായിരിക്കും. നമ്മുടെ നേരത്തെ കണ്ട കണ്ടൻസിൽ, നമ്മുടെ ഓക്സിപിറ്റൽ ട്രയാങ്കിൾ കണ്ടൻസിലൊരു നെർവ് ആയിരുന്നു സ്പൈനൽ ആക്സസറി നെർവ്. അതിനെപ്പറ്റി ഒരു എക്സ്ട്രാ പോയിന്റ് പോലെ പറയുന്നുള്ളൂ. ദിസ് നെർവ്, സ്പൈനൽ ആക്സസറി നെർവ്, ഇറ്റ് ഈസ് ഇൻ ക്ലോസ് റിലേഷൻ വിത്ത് ലിംഫ് നോഡ്സ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പോസ്റ്റീരിയർ ട്രയാങ്കിൾ പിയേഴ്സ് ചെയ്തിട്ട് പോസ്റ്റീരിയർ ബോർഡർ ഓഫ് സ്റ്റേർണോക്ലീഡോമാസ്റ്റോയിഡ്, അതിൻ്റെ ഒരു മിഡിൽ പോർഷനായിട്ട്, പോസ്റ്റീരിയർ ബോർഡറിലെ മിഡിൽ പോർഷനായിട്ട് ആണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ ദിസ് ഈസ് ഇൻ റിലേറ്റഡ്, അതായത് ഡീപ്പ് റിലേഷൻ ടു ലിംഫ് നോട്ട്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ബയോപ്സി ഓഫ് ലിംഫ് നോട്ട്സ് അല്ലെങ്കിൽ റിമൂവൽ, ആ ഒരു സമയത്ത്, സർജറിയുടെ ഒക്കെ സമയത്ത് സ്പൈനൽ ആക്സസറി നെർവ് ക്യാൻ ബി എഫക്റ്റഡ് അല്ലെങ്കിൽ ഡാമേജ്ഡ്. അപ്പോൾ ഈ സ്പൈനൽ ആക്സസറി നെർവ് എന്ന് പറയുന്നത് ട്രപ്പീസിയസ് മസിലിനെ സപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ഡാമേജ് വരുമ്പോൾ സ്പൈനൽ ആക്സസറി നെർവ് ഇസ് ഡാമേജ്. സോ ആ ഒരു സമയത്ത് ട്രപ്പീസിയസ് മസിൽ ഇസ് പാരലൈസ്ഡ്. അപ്പോൾ പാരലൈസിസ് ഓഫ് ട്രപ്പീസിയസ് മസിൽ കോസിങ് ഡിഫിക്കൽട്ടി ഇൻ കോമ്പിങ്. ഈ സ്പൈനൽ ആക്സസറി നെർവ് ഇറ്റ് ഗോസ് പാരലൽ ടു ലെവേറ്റർ സ്കാപ്പുലേ ആൻഡ് ഇറ്റ് സപ്ലൈസ് ട്രപ്പീസിയസ്. ഇത്രയേ ഉള്ളൂ. ഇതൊരു എക്സ്ട്രാ പോയിൻ്റ്, ഒരു ക്ലിനിക്കൽ കോറിലേഷൻ സ്പൈനൽ ആക്സസറി നെർവിൻ്റെ ഡാമേജ് കണ്ടീഷൻ പറഞ്ഞതേ ഉള്ളൂ. ഇറ്റ് കോസസ് പാരലൈസിസ് ഓഫ് ട്രപ്പീസിയസ് മസിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സബ്ക്ലേവിൻ ട്രയാങ്കിൾ ആൻഡ് ഓക്സിപിറ്റൽ ട്രയാങ്കിൾ. ഇതിൽ ഓക്സിപിറ്റൽ ട്രയാങ്കിൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിൻ്റെ കണ്ടൻസ് ഒക്കെ നമ്മൾ പഠിച്ചു. ഒമോഹയോയിഡിൻ്റെ ഇൻഫീരിയർ ബെല്ലി ഞാൻ വീണ്ടും പറയുന്നത്, ബിക്കോസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻഫീരിയർ ബെല്ലി ഓഫ് ഒമോഹയോയിഡ് സെപ്പറേറ്റ്സ് ദ പോസ്റ്റീരിയർ ട്രയാങ്കിൾ ഇൻ ടു. അതിൽ രണ്ടാമത്തെ ചെറിയ ട്രയാങ്കിളാണ് സബ്ക്ലേവിൻ ട്രയാങ്കിൾ. സബ്ക്ലേവിൻ ട്രയാങ്കിളിൻ്റെ കണ്ടൻസ് വെരി ഈസിയാണ്. ബിക്കോസ് ഓഫ് ദ നെയിം സബ്ക്ലേവിൻ ഇറ്റ് സെൽഫ് നമുക്ക് പറയാൻ പറ്റും സബ്ക്ലേവിൻ ആർട്ടറിയുടെ പ്രസൻസ്. തേർഡ് പാർട്ട് ഓഫ് സബ്ക്ലേവിൻ ആർട്ടറി, ഈ ട്രയാങ്കിളിൻ്റെ സബ്ക്ലേവിൻ ട്രയാങ്കിളിൽ കാണപ്പെടുന്ന തേർഡ് പാർട്ട് ഓഫ് സബ്ക്ലേവിൻ ആർട്ടറി. അപ്പോൾ സബ്ക്ലേവിൻ വെയിൻ, ടെർമിനൽ പാർട്ട് ഓഫ് എക്സ്റ്റേണൽ ജുഗുലാർ വെയിൻ, ട്രങ്ക്സ് ഓഫ് ബ്രേക്കിൽ പ്ലെക്സിസ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ബ്രേക്കിൽ പ്ലെക്സിൻ്റെ ട്രങ്ക്സ് വരും. അപ്പോൾ ഒരു പാൾസ് നമ്മൾ അപ്പർ ലിംബിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ബ്രേക്കിൽ പ്ലെക്സിസിൻ്റെ ഭാഗത്ത് ഹെർബ്സ് പാൾസി, ബിക്കോസ് ഓഫ് ഹെർബ്സ് പോയിൻറ്റിൻ്റെ അവിടെ ഡിഫക്റ്റ് വരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒരു എക്സ്ട്രാ പോയിന്റ്, അത് വീണ്ടും പറയും, പേടിക്കണ്ട. അപ്പോൾ ടെർമിനൽ ബ്രാഞ്ചസ് ഓഫ് എക്സ്റ്റേണൽ ജുഗുലാർ വെയിൻ, ട്രങ്ക്സ് ഓഫ് ബ്രേക്കിൽ പ്ലെക്സിസ്, സൂപ്പർഫിഷ്യൽ സെർവിക്കൽ, സൂപ്രാസ്കാപ്പുലർ ആൻഡ് ഡോർസൽ സ്കാപ്പുലർ ആർട്ടറീസ്. 3 ആർട്ടറീസ് ആണ്. സൂപ്പർഫിഷ്യൽ സെർവിക്കൽ, സൂപ്രാസ്കാപ്പുലർ ആൻഡ് ഡോർസൽ സ്കാപ്പുലർ ആർട്ടറീസ്. പിന്നെ സാധാരണ ലിംഫ് നോട്ട്സും വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? സബ്ക്ലേവിൻ ആർട്ടറി, അതിലെ തേർഡ് പാർട്ട്, സബ്ക്ലേവിൻ വെയിൻ, ടെർമിനൽ ബ്രാഞ്ചസ് ഓഫ് എക്സ്റ്റേണൽ ജുഗുലാർ വെയിൻ്റെ ടെർമിനൽ ബ്രാഞ്ചസ്, പിന്നെ ബ്രേക്കിൽ പ്ലെക്സിസിൻ്റെ ട്രങ്ക്സ്, സൂപ്പർഫേഷ്യൽ സെർവിക്കൽ, സൂപ്രാസ്കാപ്പുലർ ആൻഡ് ഡോർസൽ സ്കാപ്പുലർ ആർട്ടറീസ് ആൻഡ് ലിംഫ് നോട്ട്സ്. ഇതാണ് ഇതിലെ കണ്ടൻസ് ആയിട്ട് പറയുന്നത്. വെയിൻസ് ഉണ്ട്, ആർട്ടറീസ് ഉണ്ട്, ബ്രേക്കിൽ പ്ലെക്സിസ് നെർവ്സ് ഉണ്ട്, അതുപോലെ ലിംഫ് നോട്ട്സ്. അങ്ങനെ ഒരു ഓർഡറിൽ പഠിച്ചാൽ മനസ്സിലിരിക്കാവുന്നേ ഉള്ളൂ.
ഇതൊരു പിക്ചർ റെപ്രസെൻറ്റേഷനാണ്. നമ്മുടെ ഒമോഹോയിഡ് ബെല്ലി, ഇൻഫീരിയർ ബെല്ലി ഓഫ് ഒമോഹോയിഡ് അത് സെപ്പറേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ദ ബിഗർ ട്രയാങ്കിൾ, ഓക്സിപിറ്റൽ ട്രയാങ്കിൾ, വി ക്യാൻ സീ ദ ഓക്സിപിറ്റൽ ആർട്ടറി. അതുപോലെ തന്നെ സബ്ക്ലേവിയൻ ട്രയാങ്കിൾ, ചെറിയ ട്രയാങ്കിൾ ദ ലോവർ പാർട്ടിൽ സബ്ക്ലേവിയൻ ട്രയാങ്കിളിൽ വി ക്യാൻ സീ ദ സബ്ക്ലേവിയൻ ആർട്ടറി. ഇത് രണ്ടുമാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് പറയാൻ പറ്റുന്നത്. കണ്ടൻസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6 കണ്ടൻറ്റ് ഇൻ ഈച്ച് ട്രയാങ്കിൾ. ഓക്സിപിറ്റൽ ട്രയാങ്കിൾ 6 ഉണ്ട്, സബ്ക്ലേവിയൻ ട്രയാങ്കിൾ 6 ഉണ്ട്. അത് നമ്മൾ ലിസ്റ്റ് ചെയ്തായിരുന്നു നേരത്തെ. ജസ്റ്റ് ലുക്ക് അറ്റ് സ്പൈനൽ ആക്സസറി നെർവ് വിച്ച് ആർ ദി ഇമ്പോർട്ടൻറ്റ് വൺസ്, സബ്ക്ലേവിയൻ ആർട്ടറി, അതുപോലെ തന്നെ ഓക്സിപിറ്റൽ ആർട്ടറി. അപ്പം ഇതൊക്കെ നോക്കിയാൽ മതി. പിന്നെ ടെർമിനൽ ബ്രാഞ്ചസ് ഓഫ് ബ്രേക്കിൾ, പ്ലെക്സസ് നോക്കുക. ആൻഡ് നേരത്തെ ലിസ്റ്റ് ചെയ്ത പോലെ എല്ലാ കണ്ടൻറ്റും ഇതിൽ കാണിച്ചിട്ടുണ്ട്. അവസാനത്തെ ഭാഗത്തിലൂടെ നമ്മൾ വരുമ്പോൾ ഇനി ക്ലിനിക്കൽ കോറിലേഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ക്ലിനിക്കൽ കോറിലേഷൻ മെയിനായിട്ട് നമ്മൾ 4 എണ്ണങ്ങളാണ് പറയുന്നത്. അതിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള എർബ്സ് പാൾസി, ബിക്കോസ് ഓഫ് ദ ഇഞ്ചുറി ഇൻ ദ എർബ്സ് പോയിൻറ്റ് നമ്മൾ അപ്പർ ലിംബിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എർബ്സ് പാൾസി എന്ന് പറയുന്ന എർബ്സ് പോയിൻറ്റ് പോസ്റ്റീരിയർ ട്രയാങ്കിളാണ് പ്രസൻറ്റ് ആവുന്നത്. ബ്രേക്കിൾ പ്ലെക്സസിൻ്റെ പല ട്രങ്കുകളും പോസ്റ്റീരിയർ ട്രയാങ്കിളിൽ പ്രസൻറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കണ്ടൻസ് പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ക്ലിനിക്കൽ കോറിലേഷനിലോട്ട് പോകാം. ഡയഗ്രാം വരയ്ക്കുക, ബൗണ്ടറീസ് എഴുതുക. ബൗണ്ടറീസ് എഴുതുമ്പോൾ ഫ്ലോർ, റൂഫ് എല്ലാം എഴുതുക. എന്നിട്ട് കണ്ടൻസ് എഴുതി കോറിലേഷൻ കൂടെ എഴുതിയാൽ അത്യാവശ്യം നൈസാവും. ക്ലിനിക്കൽ ആസ്പെക്ട്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 എണ്ണമുള്ള. ഒരെണ്ണം നമ്മൾ ഓൾറെഡി 2-3 പ്രാവശ്യം പറഞ്ഞു, എർബ്സ് പാൾസി, എർബ്സ് പോയിൻറ്റ് ഇസ് പ്രസൻറ്റ്. സോ അപ്പോൾ അവിടെ ഡിഫക്റ്റ് വരുമ്പോൾ എർബ്സ് പാൾസി വരും. പിന്നെ വരുന്നത് കോൾഡ് ആബ്സെസ് ഇൻ പോസ്റ്റീരിയർ ട്രയാങ്കിൾ. എന്ന് പറയുമ്പോൾ പസ് ഇസ് കളക്റ്റഡ് ഇൻ ദ പോസ്റ്റീരിയർ ട്രയാങ്കിൾ. ഈ പസ് എവിടെ പോകും? ഇറ്റ് ഗോസ് ഡൗൺവേർഡ്സ് ആൻഡ് ലാറ്ററി അലോങ് ദ ആക്സിലറി ഷീത്ത് and first appear in the axilla or even in the arm. ഒന്നെങ്കിൽ ആക്സിലയുടെ സ്ഥലത്ത് അല്ലെങ്കിൽ ആമിൻ്റെ സ്ഥലത്ത് ഇത് ഡൗൺവേർഡ്സ് ആൻഡ് ലാറ്ററലി ട്രാക്ക് ചെയ്യും. അപ്പോൾ പസ് കളക്റ്റഡ് ഇൻ ദ പോസ്റ്റീരിയർ ട്രയാങ്കിൾ ഡീപ്പ് ടു ഇറ്റ്സ് ഫേഷ്യൽ കാർപ്പറ്റ് ഫ്രോം ദ tubercular cervical vertebrae. അപ്പോൾ ഈ പസ് കളക്റ്റഡ് ഇറ്റ് ക്യാൻ ട്രാക്ക് ഡൗൺവേർഡ്സ് to the axillary sheath and appear in the axilla or in the arm. ഇതാണ് ഒരു പോയിൻ്റ്, പസ് കളക്റ്റഡ്. പിന്നെ വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് നെർവ് പോയിൻ്റ് ഓഫ് ദ നെക്ക്. What is nerve point of the neck? It is the junction of the upper and middle third of posterior border of sternocleidomastoid. അവിടെ 4 cutaneous nerve, നമ്മൾ 4 cutaneous nerves of cervical plexus പഠിച്ചു. നേരത്തെ പഠിച്ചതാണ് 4 എണ്ണമുള്ള. അതിൽ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി, ലെസർ ഓക്സിപിറ്റൽ, ഗ്രേറ്റർ ഓറിക്കുലർ, ട്രാൻസ്വേഴ്സ് സെർവിക്കൽ ആൻഡ് സുപ്രക്ലാവിക്കുലർ. ഇതിൻ്റെ പിക്ചേഴ്സും ഒക്കെ നമ്മൾ കണ്ടു. വി ഐഡൻറ്റിഫൈഡ് ഈ 4 ക്യൂട്ടേനിയസ് നെർവ്. ഇതും പിന്നെ സ്പൈനൽ ആക്സസറി നെർവ്, നമ്മൾ നേരത്തെ പറഞ്ഞ സ്പൈനൽ ആക്സസറി നെർവ് ഒരു കോമൺ പോയിന്റിൽ നിന്നാണ് എമേർജ് ചെയ്യുന്നത്. നെർവ് പോയിന്റ് ഓഫ് നെക്ക് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ നിന്നാണ് ജംഗ്ഷൻ ഓഫ് ദി അപ്പർ ആൻഡ് മിഡിൽ തേർഡ് ഓഫ് പോസ്റ്റീരിയർ ബോർഡർ ഓഫ് സ്റ്റെർണോക്ലീഡോമാസ്റ്റോയിഡ്. അപ്പോൾ ഇവിടുന്ന് 4 ക്യൂട്ടേനിയസ് നെർവും അതുപോലെ തന്നെ നമ്മുടെ സ്പൈനൽ ആക്സസറി നെർവും വരും. ഈ സെർവിക്കൽ പ്ലെക്സസ് നെർവ് ബ്ലോക്ക് ഇതൊരു അനസ്തെറ്റിക് ഏജൻ്റായിട്ട് ഈ ഒരു സൈറ്റിൽ കൊടുക്കാൻ പറ്റും. അനസ്തെറ്റിക് ഏജൻറ്റ് സെർവിക്കൽ പ്ലെക്സസ് നെർവ് ബ്ലോക്ക് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഈ നെർവ് പോയിൻ്റ് ഓഫ് ദ നെക്ക്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പൈനൽ ആക്സസറി നെർവ് നമ്മൾ കണ്ടു, അതിൻ്റെ ലിംഫ് നോഡായിട്ടുള്ള റിലേഷൻ നമ്മൾ കണ്ടു. അപ്പോൾ സ്പൈനൽ ആക്സസറി നെർവ് ഡാമേജ്ഡ് ആകുമ്പോൾ എന്തായിരിക്കും, ഏത് മസിലായിരിക്കും പാരലൈസ്ഡ് ആകുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഏതായിരിക്കും ചിന്തിച്ച് നോക്കിയൊന്നു. ഐ എം ജസ്റ്റ് ഗിവിങ് യു ടൈം ടു റീകളക്ട്. ഇറ്റ് ബി ട്രപ്പീസിയസ്. യെസ്, കറക്റ്റ്. ക്ലിനിക്കൽ കോറിലേഷൻ്റെ കൂടെ പറയുന്നതാണ് നെർവ് പോയിൻ്റ് ഓഫ് ദി നെക്ക് സ്റ്റെർണോക്ലീഡോമാസ്റ്റോയിഡിൻ്റെ പോസ്റ്റീരിയർ ബോർഡിൽ നിന്ന് കോമൺ ആയിട്ട് എമേർജ് ചെയ്യുന്ന ഏതൊക്കെയാണ് എമേർജ് ചെയ്യുന്ന 4 ക്യൂട്ടേനിയസ് നെർവ്സ്, അതുപോലെ തന്നെ സ്പൈനൽ ആക്സസറി നെർവ്. ഈ 4ഉം പിന്നെ 1ഉം ഒരുമിച്ച് എമേർജ് ചെയ്യുന്ന ഒരു സ്ഥലത്താണ് നെർവ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെയാണ് അനസ്തെറ്റിക് ഏജൻറ്റ് ക്യാൻ ബി ഇൻജെക്റ്റഡ് ഇൻ ദിസ് സൈറ്റ്. ഇന്നൊരു ഫോട്ടോ ആയിട്ട് കാണിച്ചുള്ള റെഡ് ആയിട്ട് കാണിക്കുന്ന അതാണ് നെർവ് പോയിൻ്റ് ഓഫ് ദി നെക്ക്. Thank you all for staying till the end. Please share, comment, like and subscribe. നിങ്ങളുടെ ക്വയറീസ് എല്ലാം കമൻറ്റ് ബോക്സിലിടുക. അതുപോലെ തന്നെ ഇനി ഏത് ടോപ്പിക് എടുക്കണ്ടേ, ഇഷ്ടമുള്ള ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ഞാൻ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. എനി കമൻറ്റ്സ്, എനി
ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ബൈ.